അതിർത്തിയിൽ തക്കം പാർത്തിരിക്കുന്ന ശത്രുരാജ്യത്തിന് അവർ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു നയതന്ത്ര ഭാഷയിൽ അവരെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യ നൽകിയ ഏറ്റവും വലിയ ചരിത്രപരമായ പ്രഹരത്തിന് ലോകം സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഏഷ്യൻ വൻകരയിൽ ചൈന ഒരു സ്ഥിരം നാടകം കളിക്കുന്നുണ്ടായിരുന്നു. സൈക്കോളജിക്കൽ വാർഫെയർ അഥവാ മനഃശാസ്ത്രപരമായ യുദ്ധം. ഇന്ത്യയുടെ പരമാധികാര പ്രദേശമായ അരുണാചൽ പ്രദേശിനെ സാങ്നാൻ അഥവാ തെക്കൻ ടിബറ്റ് എന്ന് വിളിച്ച് അവിടെയുള്ള മലനിരകൾക്കും നദികൾക്കും ഗ്രാമങ്ങൾക്കും സ്വന്തമായി ചൈനീസ് പേരുകൾ നൽകി തങ്ങളുടേതാണ് എന്ന് സ്ഥാപിക്കാൻ ചൈന വ്യാജ ഭൂപടങ്ങൾ പുറത്തിറക്കിക്കൊണ്ടേയിരിക്കുന്നു. ഇന്ത്യ അപ്പോഴൊക്കെ നയതന്ത്ര ഭാഷയിൽ ശക്തമായ പ്രസ്താവനകളൊക്കെ ഇറക്കി ചൈനയെ അതിൽ നിന്നും ചെറുത്തു പോന്നു. പക്ഷേ 2026 ഓഗസ്റ്റ് മാസത്തിൽ ന്യൂഡൽഹിയിൽ നിന്നും പുറത്തു വന്ന ആ ഒരൊറ്റ ഉത്തരവ് ബീജിംഗിലെ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഉറക്കം തന്നെ കെടുത്തി കളഞ്ഞിരിക്കുകയാണ്. ഇന്ത്യൻ ആഭ്യന്തര മന്ത്രാലയവും സർവേ ഓഫ് ഇന്ത്യയും അരുണാചൽ പ്രദേശ് സംസ്ഥാന സർക്കാരുമായി ചേർന്ന് ഒരു ചരിത്രപരമായ പ്രഖ്യാപനം നടത്തി. അരുണാചൽ പ്രദേശിലെ ഏറ്റവും തന്ത്രപ്രധാനമായ 27 പ്രദേശങ്ങളെയും ഭൂമിശാസ്ത്ര സവിശേഷതകളെയും ഔദ്യോഗികമായി ഇന്ത്യയുടെ സർവേ ഓഫ് ഇന്ത്യ മാപ്പുകളിൽ കൃത്യമായ ഭാരതീയ പേരുകളോടെ അടയാളപ്പെടുത്തി പുതുക്കിയിറക്കി. ഇതിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്താണെന്നറിയോ? ചൈന നാളിതുവരെ തങ്ങളുടേതാണ് എന്ന് അവകാശപ്പെട്ടിരുന്ന 1962 യുദ്ധത്തിന് ശേഷം അവരുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾ വരെ ഇന്ത്യ ഔദ്യോഗികമായി തങ്ങളുടെ മാപ്പിൽ ഭാരതീയ പേരുകൾ നൽകി രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ചൈന കാണിക്കുന്ന അതേ ക്രൂരമായ ധാർഷ്ട്യത്തിന് അതേ നാണയത്തിൽ മറുപടി. ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ഈ വാർത്തയോട് പ്രതികരിച്ചത് ഇത് അനധികൃതമാണ്, അംഗീകരിക്കില്ല എന്ന് അലറിക്കൊണ്ടാണ്. പക്ഷെ ഇന്ത്യ ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോയില്ല. ഇത് വെറും ഒരു പേരുമാറ്റമല്ല. ചൈനയുടെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള നയതന്ത്ര തന്റേടത്തിന് ഇന്ത്യ നൽകിയ തികച്ചും അപ്രതീക്ഷിതമായ ചെക്ക്മേറ്റ് ആണ്. ഈ പുതിയ മാപ്പ് പരിഷ്കരണത്തെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ അതിർത്തിയിൽ ചൈന ഇതുവരെ ഉപയോഗിച്ചിരുന്ന തന്ത്രങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ചൈന എപ്പോഴും അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ വ്യാജമായൊരു ചിത്രം ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്. ഈ പ്രദേശങ്ങൾ പണ്ടേ ചൈനയുടെ ഭാഗമാണ്, അതുകൊണ്ട് ഞങ്ങൾ അതിന് പേരിടുന്നു എന്ന്. എന്നാൽ ഇത്തവണ ഇന്ത്യ പ്രതിരോധത്തിൽ നിന്നും കൃത്യമായ ആക്രമണ സ്വഭാവമുള്ള നയതന്ത്രത്തിലേക്ക് ചുവട് മാറ്റിയിരിക്കുകയാണ്. കൗണ്ടർ ഒഫൻസീവ് ഡിപ്ലോമസി എന്ന് പറയും. മധ്യനഗരങ്ങളിൽ നിന്നും ബോർഡർ ഏരിയകളിൽ നിന്നുമുള്ള 27 തന്ത്രപ്രധാനമായ ലൊക്കേഷനുകളാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തരംതിരിച്ച് സർവേ ഓഫ് ഇന്ത്യയുടെ ഭൂപടത്തിൽ ഔദ്യോഗികമായി നിലനിർത്തിയത്. ഇതിൽ ഉൾപ്പെടുന്നത് 4 തന്ത്രപ്രധാന മലയോര ചുരങ്ങളാണ്. സ്ട്രാറ്റജിക് മൗണ്ടെയിൻ പാസസ്, തഗ്ല ചുരം, ദോല, റിസല, അതുപോലെ പക്കുർല. 21 ജനവാസ മേഖലകളും ഗ്രാമങ്ങളുമുണ്ട്. ലോങ്ജു, മജ, ജയറാംപൂർ, ബിസ, ബരാകുന്ദൻ, ചോട്ടാകുന്ദൻ, ധൻബാരി, പ്രീത് നഗർ, തെരിത് നഗർ, രാംനഗർ, സാഗർ, പത്മ, ജ്യോതി നഗർ, വൈശാഖി, സൺപുര, ശിവാജി നഗർ, ബുദ്ധമന്ദിർ, കമലാങ് നഗർ തുടങ്ങിയവ. ഒരു തടാകവും ദേശീയ സ്മാരകവും ഉണ്ട്. ഉയർന്ന മലയോര തടാകമായ സംഭോ സരോവറും തവാങ് റോഡിലെ 1962 യുദ്ധവീരൻ ജസ്വന്ത് സിംഗ് റാവത്തിന്റെ ഓർമ്മ നിലനിൽക്കുന്ന ജസ്വന്ത് ഗഡ്, ഒപ്പം ഹവിൽദാർ ത്രിലോക് സിംഗ് ധാപ്പയുടെ ഷേരി ധാപ്പ സ്മാരകവും. ഈ പട്ടികയിലെ 2 പേരുകൾ കേൾക്കുമ്പോൾ ചൈനീസ് മിലിറ്ററി ജനറൽമാരുടെ നെഞ്ചിൽ തീ പിടിക്കും. ഒന്ന് തഗ്ല ചുരം, രണ്ടാമത്തേത് ലോങ്ജു. എന്തുകൊണ്ടാണ് ഈ 2 പ്രദേശങ്ങൾ ചൈനയെ ഭയപ്പെടുത്തുന്നത് എന്നറിയാമോ? 1959 ഓഗസ്റ്റ് 25 ലോങ്ജുവിൽ വെച്ച് ഇന്ത്യയും ചൈനയും തമ്മിൽ ചരിത്രത്തിലെ ആദ്യത്തെ അതിർത്തി ഏറ്റുമുട്ടൽ നടക്കുന്നത്. അന്നത്തെ അസം റൈഫിൾസ് പോസ്റ്റിലേക്ക് ചൈനീസ് സൈന്യം അനധികൃതമായി കടന്നു കയറുകയായിരുന്നു. പിന്നീട് 1962 ഒക്ടോബറിൽ ഇന്ത്യ ചൈന യുദ്ധത്തിന് തിരികൊളുത്തി ആദ്യത്തെ സംഘർഷം നടന്നത് തഗ്ല മലനിരകളിലായിരുന്നു. 1962 ഇന്ത്യക്ക് ഭൗതികമായി നഷ്ടപ്പെടുകയോ നിയന്ത്രണം കൈവിട്ടു പോവുകയോ ചെയ്ത പ്രദേശങ്ങളെപ്പോലും ഇത് ഇന്ത്യയുടെ ഭൂമിയാണ്, ഭാരതത്തിന്റെ പരമാധികാരത്തിന് കീഴിലുള്ളതാണ് എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യ ഔദ്യോഗിക ഭൂപടത്തിൽ ഭാരതീയ നാമകരണത്തോടെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ചൈന വിചാരിച്ചത് 60 വർഷം മുമ്പ് സംഭവിച്ചത് ഇന്ത്യ മറന്നുപോയി കാണുമെന്നാണ്. എന്നാൽ നഷ്ടപ്പെട്ട ഓരോ ഇഞ്ചിന്റെയും കണക്ക് ഇന്ത്യയുടെ കയ്യിലുണ്ട് എന്ന ശക്തമായ സന്ദേശമാണ് ഈ ഔദ്യോഗിക മാപ്പിങ്ങിലൂടെ ന്യൂഡൽഹി ബീജിംഗിന് നൽകിയിരിക്കുന്നത്. ചൈനയുടെ വിദേശ നയത്തെക്കുറിച്ച് പഠിക്കുന്നവർക്ക് അറിയാവുന്ന ഒരു വാക്കാണ് സലാമി സൈസ്ലിംഗ്. അതായത് ഒരു വലിയ ഇറച്ചി കഷ്ണം ഒറ്റയടിക്ക് വെട്ടിയെടുക്കാതെ വളരെ നേർത്ത കഷണങ്ങളായി ചെത്തിയെടുക്കുന്ന തന്ത്രം. അയൽ രാജ്യങ്ങളുടെ അതിർത്തിയിൽ ചൈന ചെയ്യുന്നത് ഇതാണ്.
ആദ്യം അതിർത്തി പ്രദേശങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ പേരിടും. അതിനുശേഷം അത് ചൈനീസ് മാപ്പുകളിൽ അച്ചടിച്ചിറക്കും. കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ നോക്കൂ, ഈ സ്ഥലത്തിന്റെ പേര് ചൈനീസ് ഭാഷയിലാണ്, അതുകൊണ്ട് ഇത് പണ്ടേ ഞങ്ങളുടേതാണെന്നും പറഞ്ഞ് ആഗോള വേദിയിൽ കള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കും. ഇതിനെയാണ് കാർട്ടോഗ്രാഫിക് അഗ്രഷൻ അല്ലെങ്കിൽ മാപ്പ് ഉപയോഗിച്ചുള്ള അധിനിവേശ തന്ത്രം എന്ന് വിളിക്കുന്നത്. നോക്കുക, ചൈന കഴിഞ്ഞ കുറച്ചു കാലമായി അരുണാചൽ പ്രദേശിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നറിയാമോ? 2017 6 സ്ഥലങ്ങൾക്ക് ചൈനീസ് പേരിട്ടു. 21 15 സ്ഥലങ്ങൾക്കാണ് ചൈനീസ് പേരിട്ടത്. 23 അത് 11 സ്ഥലങ്ങൾക്ക് വീണ്ടും പേരിട്ടു. 24 മാർച്ച് മാസത്തിൽ ഒരൊറ്റയടിക്ക് 30 സ്ഥലങ്ങൾക്ക് ചൈനീസ് ഭാഷയിലുള്ള പേരുകൾ പ്രഖ്യാപിച്ചു. ഇങ്ങനെ ആകെ 60ഓളം ഭാരതീയ പ്രദേശങ്ങൾക്ക് പേരിട്ട് വിളിച്ചപ്പോൾ ചൈന കരുതിയത് ഇന്ത്യ കേവലം എതിർപ്പ് പ്രകടിപ്പിക്കുന്ന പത്രക്കുറിപ്പുകളിൽ ഒതുങ്ങും എന്നാണ്. പക്ഷേ ഇന്ന് മാറിയ ഇന്ത്യ മറ്റൊരു തന്ത്രമാണ് പുറത്തെടുത്തത്. നിങ്ങൾ ഞങ്ങളുടെ പ്രദേശങ്ങൾക്ക് പേരിട്ടാൽ ഞങ്ങൾ നിങ്ങളുടെ അധിനിവേശ സ്വപ്നങ്ങൾക്ക് മുകളിലുള്ള സർവേ ഓഫ് ഇന്ത്യയുടെ പക്ക ഒഫീഷ്യൽ മാപ്പ് വരച്ചു ചേർക്കുമെന്ന്. ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഗുവോ ജിയാകുൻ വാർത്താ സമ്മേളനം വിളിച്ച് ഇതിനെതിരെ സംസാരിച്ചത് ഇതുകൊണ്ടാണ്. ഇന്ത്യ അരുണാചൽ എന്ന് വിളിക്കുന്ന പ്രദേശം ചൈനയുടെ സാങ്നാൻ ആണ്. ഇന്ത്യ സ്വന്തം പേരുകൾ മാപ്പിൽ ചേർത്തത് നിയമവിരുദ്ധവും അസാധുവുമാണ് എന്നാണ്. ഇവിടെ ലോകം ചിരിക്കുകയാണ്. കാരണം അരുണാചൽ പ്രദേശിൽ ചൈന പേരിട്ടപ്പോൾ അത് നിയമപരവും, ഇന്ത്യ സ്വന്തം സംസ്ഥാനത്തിലെ സ്ഥലങ്ങൾക്ക് ഔദ്യോഗിക മാപ്പിൽ പേര് നിലനിർത്തിയപ്പോൾ അത് നിയമവിരുദ്ധവുമാകുന്നത് ഏത് ന്യായത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇന്ത്യ ഇവിടെ ചൈനയുടെ കപടമുഖം ലോകത്തിന് മുന്നിൽ തുറന്ന് കാട്ടിയിരിക്കുകയാണ്. നമുക്ക് കുറച്ച് ചരിത്രം കൂടി പരിശോധിക്കാം. എന്തുകൊണ്ടാണ് ചൈനയ്ക്ക് ഇത്രയും ധാർഷ്ട്യമുണ്ടാകാൻ കാരണമെന്ന്. ഈ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതിൽ മുൻകാലങ്ങളിൽ ഇന്ത്യ വരുത്തിയ നയതന്ത്ര പിഴവുകൾക്ക് വലിയ പങ്കുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റില്ല. 1950കളിൽ ചൈന ശാന്തവും സമാധാനപരമായ ടിബറ്റിനെ അതിക്രമിച്ച് കീഴടക്കിയപ്പോൾ അന്നത്തെ ഇന്ത്യൻ ഭരണാധികാരികൾ അതിനെ ശക്തമായി എതിർത്തില്ല, നോക്കുകുത്തിയായി നിന്നു എന്ന് തന്നെ പറയാം. ഹിന്ദി ചീനി ബായ് ബായ് എന്ന വ്യാജ മുദ്രാവാക്യത്തിൽ വിശ്വസിച്ച് ടിബറ്റിൽ ചൈനയ്ക്ക് പൂർണ്ണ പരമാധികാരം ഉണ്ടെന്ന് 1954 പഞ്ചശീല തത്വങ്ങളിലൂടെ ഇന്ത്യ അംഗീകരിച്ചങ്ങ് കൊടുത്തു. ചരിത്രകാരന്മാർ ഇതിനെ ഇന്ത്യ ചെയ്ത ഏറ്റവും വലിയ ഭൗമ രാഷ്ട്രീയ വിഡ്ഢിത്തങ്ങളിലൊന്നായിട്ടാണ് കാണുന്നത്. കാരണം ടിബറ്റ് ഒരു സ്വതന്ത്ര രാജ്യമായി നിലനിന്നിരുന്നുവെങ്കിൽ ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ നീളുന്ന ഒരു സമാധാനപരമായ ബഫർ സോൺ ഉണ്ടായേനെ. ടിബറ്റിനെ വിട്ടുകൊടുത്തതോടെ ഹിമാലയൻ അതിർത്തിയിൽ ചൈന നേരിട്ട് ഇന്ത്യയുടെ അയൽക്കാരനായി അങ്ങ് മാറി. അന്ന് കാണിച്ച ആ സമാധാനകാംക്ഷയെ ചൈന ദുർബലമായി കണ്ടു. 1959 അവർ ലോങ്ജു ആക്രമിച്ചു. 62 ഇന്ത്യയുടെ പിറകിൽ കുത്തി യുദ്ധം വീണ്ടും പ്രഖ്യാപിച്ചു. ആയിരക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ ഭൂമി തട്ടിയെടുക്കാൻ ശ്രമിച്ചു. എന്നാൽ 62 ഇന്ത്യയല്ല ഇന്നത്തെ ഇന്ത്യ. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒരു കാര്യം വ്യക്തമാണ്. ചൈനയോട് മാന്യതയും സമാധാനവും മാത്രം സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. ചൈനയ്ക്ക് മനസ്സിലാകുന്ന ഒരേയൊരു ഭാഷ ശക്തിയുടെയും ആത്മാഭിമാനത്തിൻ്റെയും തൻ്റെ ഇടത്തിൻ്റെയും ഭാഷ മാത്രമാണ്. 2017 ഡോക്ലാം വിഷയത്തിൽ ഇന്ത്യ സൈന്യത്തെ നിർത്തി ചൈനീസ് നിർമ്മാണം തടഞ്ഞു. 20 ഗാൽവാൻ താഴ്വരയിൽ ചൈനീസ് പട്ടാളം അതിക്രമിച്ച് കയറാൻ നോക്കിയപ്പോൾ ഇന്ത്യൻ സൈന്യം കാണിച്ച വീര്യം ചൈനീസ് പടയെ ഞെട്ടിച്ചു. 22 തവാങ് സംഘർഷത്തിൽ ഇന്ത്യൻ അതിർത്തിയിലേക്ക് കടക്കാൻ നോക്കിയ ചൈനീസ് പട്ടാളക്കാരെ തിരിച്ചടിച്ചോടിക്കുന്ന ദൃശ്യങ്ങൾ ലോകം മുഴുവൻ കണ്ടതാണ്. ഇപ്പോൾ മിലിറ്ററി രംഗത്ത് മാത്രമല്ല, കാർട്ടോഗ്രാഫിയിലും നയതന്ത്രത്തിലും ഇന്ത്യ ചൈനയെ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ ഒരു പണി തന്ന ഇരട്ടി പണി തിരിച്ചു തരാൻ ഇന്ത്യ മടിക്കില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് ഇന്ത്യ ബീജിങ്ങിന് നൽകിയിരിക്കുന്നത്. ചൈന എന്തായാലും ഇതുകൊണ്ടെങ്കിലും പഠിക്കുമോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.